ഞാൻ ബൈജു എന്ന പേരിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബൈജു എന്ന പേരിൽ 3 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ബൈജു എന്ന പേരിൽ ഞാൻ അഭിനയിച്ചിട്ടേ ഇല്ല. 3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും. ഒരു സിനിമ മനുജയുടെ ഒരു സിനിമയില് 3 സിനിമ 3 പിടിക്കാം. 3 പിടിക്കാം. ഇവനറിയാൻ വഴിയില്ല. ഞാൻ എന്റെ ബൈജു എന്ന പേരിൽ അഭിനയിച്ചിട്ടേ ഇല്ല. അഭിനയിച്ചിട്ടേ ഇല്ല. നീ മനോജ് അതാണ് ശരി. അഭിനയിച്ചിട്ടില്ല. ബൈജു എന്നുള്ള പേരിൽ അഭിനയിച്ചിട്ടില്ല. അല്ല എന്താ അഭിനയിക്കാൻ? കാരണം എന്റെ പേര് ബൈജു ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ അഭിനയിച്ചൂടെ? ഇപ്പൊ അഭിനയിച്ചാൽ ഞാൻ കഥാപാത്രമാവില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ബൈജു വർമ്മ എന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ സിദ്ദിഖ് അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ ന്യൂഡൽഹി നായർ സാബ് അതൊക്കെ സിദ്ദിഖാണ്. സിദ്ദിഖിലെ അതെ കോമഡി അത് ബേസിൽ തന്നെയായിരുന്നു. മനോജേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ. സിദ്ദിഖ് എന്ന പേര് മമ്മൂക്ക സിദ്ദിഖ് എന്നാണ് വിളിക്കുന്നത്. എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ഞാനൊരു ദന്ത ഡോക്ടറായിരുന്നു. പല്ല് ഡോക്ടർ. ഞാൻ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ഞാനൊരു ദന്ത ഡോക്ടർ. ഈ ദന്ത ഡോക്ടർ എന്നുള്ള യൂസേജിന് മാത്രം ഒരു ഗുണമുണ്ട് കേട്ടോ. എന്താ ചെയ്യുന്നത്? ഞാൻ ദന്ത ഡോക്ടറാ. എന്ത് ഡോക്ടറാ? ദന്ത ഡോക്ടർ. ഇത് എന്ത് ഡോക്ടറായി ഇത് എന്നെ ചോദിച്ചോണ്ടിരിക്കുക കുറെ നേരം. ദന്ത ഡോക്ടറായത് ദന്ത ഡോക്ടർ അതാ ഞാൻ ചോദിച്ചത്. എന്ത് ഡോക്ടറാണെന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞ പോലെ ദന്ത ഡോക്ടറായിരുന്നു. സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇത് രണ്ടുമല്ല, സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഏതായിരുന്നു? ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഇത് കോപ്പിയുടെ ആക്ച്വലി ആ ഒരു എക്സ്പീരിയൻസ് പറയും. ഇലക്ട്രീഷ്യൻ ആയിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല മോളെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ സിനിമയിലേക്ക് പോകുന്നത്. അതിൽ എക്സ്പീരിയൻസ് ഉണ്ടായി ഞാൻ അവിടെ നിൽക്കില്ല. ഇലക്ട്രിക്കൽ തന്നെ. പിന്നെന്താ അറിയാം. പിന്നെ ഞാൻ തന്നെയല്ലേ ചെയ്യാ. ഞാനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്. പക്ഷെ ഒരു ഫ്യൂസ് കെട്ടാൻ പോലും ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ആണോ? ഡിപ്ലോമ അല്ല, സാധാരണ എഞ്ചിനീയറിംഗ്. ബിടെക്. ഇത് അടുത്ത ഈസിയായിട്ട് പറയാം. ഞാൻ വായിക്കാം. എനിക്ക് 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവാർഡേ കിട്ടിയിട്ടില്ല. എനിക്ക് 4 അവാർഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല. നീ ഇന്നോടായിരുന്നു പറയാൻ. ഞാൻ പറയണ്ടേ? എന്റെ മോഹൻ അറിയത്തില്ല. ഇവിടെ ഞാൻ പറയണ്ടേ ഉത്തരം? അല്ലെങ്കിൽ ഇവരാരും അല്ല, അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളവർക്ക് മറ്റുള്ളവർ പറയുന്നതിനേക്കാളും നല്ലത് സ്വന്തം പറയാം. അതെന്താ അവാർഡ് കിട്ടും? ചേട്ടൻ ഒരു പരിപാടിക്ക് പോകാണ്ടിട്ടില്ലല്ലോ. പോകാൻ പറ്റുള്ളൂ. സത്യം അല്ലല്ല, ചേട്ടൻ പോകാൻ കേട്ടിട്ടുണ്ട്. അവാർഡേ കിട്ടിയിട്ടില്ലെന്ന്. എനിക്ക് അവാർഡേ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റും. ഭരത് ഗോപി കിട്ടി. ജയൻ പുരസ്കാരം. കണ്ട ഈ ചേട്ടൻ എല്ലാ യൂട്യൂബിലും എല്ലാതും എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല.